हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ 83-84 ശ്ലോകങ്ങൾ ചെല്ലാം. 83-84. സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരിതക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗ സ്തുതന്തുസ്തം തു വർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ. ഇന്ന് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ നാമം 778. 778. ദുർഗമ, ഗമിക്കുവാൻ വളരെ പ്രയാസമുള്ളവൻ. അവിടേക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ ഭയങ്കര പ്രയാസമെന്ന് പറയണം. മേൽപ്പറഞ്ഞ ഈ അർത്ഥം വരുന്ന പറയുന്ന നാമങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അഗ്രാഹ്യം ഒക്കെ ഉള്ള നാമങ്ങൾ ബുദ്ധിമുട്ടാണ് എത്തിപ്പെടാൻ. ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. യാത്രാക്ലേശം ധാരാളം ഉണ്ടാവും. അവിടെ ചെന്നാൽ തന്നെ കുറേ ക്യൂ നിൽക്കേണ്ടി വരും. പല ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം നമ്മൾ കണ്ടു. അപ്പോൾ ആത്മാവിനെ പറ്റി അല്ലെങ്കിൽ ഭഗവാന്റെ സ്വസ്വരൂപം അധികം പേർക്കും കേൾക്കാൻ തന്നെ കഴിയില്ല. അതിനെക്കുറിച്ച് കേൾക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ പോലും അത് പാഴാക്കുക ആൾക്കാർ. അതിനെക്കുറിച്ചൊന്നും അറിയാം, അതിന് പോലും ആൾക്കാർക്ക് സമയമില്ല. അതൊക്കെ ഇപ്പം എന്തിനാണ്, പിന്നെ നോക്കാം, പാർക്കലാം. കാമരാജ് പറഞ്ഞ പോലെ പാർക്കലാം. ഇപ്പം എന്തിനാ അതൊക്കെ? അപ്പോൾ എവിടെയെങ്കിലും അമ്പലത്തിൽ സത്സംഗം നടത്തുന്നുണ്ടെങ്കിൽ അധികം വേണ്ട, അധികം പോവുക. വല്ലവരും അറിഞ്ഞവർ പിടിച്ച് അവിടെ ഇരുത്തിയാലോ, ബുദ്ധിമുട്ടല്ലേ. പിന്നെ അവിടെ ഇരിക്കേണ്ട 1.5 മണിക്കൂർ അതേ പോവുക. ഇതൊക്കെ ഇപ്പം കേട്ടിട്ട് എന്താ കാര്യം? നിങ്ങളൊരു അതിനെക്കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം തന്നെ ഇല്ല. നമ്മൾ പിന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. എന്തിനാ ചങ്ങലക്കിട്ട് വലിച്ചുകൊണ്ട് പോകണം? നടക്കില്ല. പാല് മൂത്ത കുരങ്ങിന് കളി പടിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പലർക്കും അത് കേൾക്കാൻ തന്നെ താല്പര്യമില്ല. വേണ്ട, അങ്ങനത്തെ വിട്ടോളൂ. വെറുതെ നമ്മൾക്ക് അവർ വന്നിരിക്കണോണ്ട് നമുക്ക് ക്ലേശം. ഇങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അതെ, സമയത്രേ എന്താ പറഞ്ഞേ, എന്താ ഒരു പറഞ്ഞത് മനസ്സിലായില്ലല്ലോ. ഇങ്ങനെ നമുക്ക് നമ്മുടെ ശ്രദ്ധ പോവും. അപ്പോൾ ഈ ലോകത്തിലെ പൊതുവെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്, ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച്, ഭഗവത്സ്മരണയെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ചൊന്നും കേൾക്കാൻ, സത്സംഗത്തിലൊന്നും കേൾക്കാൻ ആൾക്കാർ വളരെ 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 താല്പര്യക്കുറവാണ്. കേട്ടവർക്ക് പോലും അധികം ആൾക്കാർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുറേയൊക്കെ കേട്ടു, കുറേയൊക്കെ ധരിച്ചു കേട്ടോ. മനസ്സിലായി, ഇങ്ങനെയൊന്നും ആയിരുന്നു. അങ്ങനെയാണല്ലേ, ഒരു കുറേ പിടി കിട്ടി. അപ്പോൾ കുറേ ആൾക്കാരുള്ളതിൽ വളരെ കുറച്ച് ആൾക്കാർ കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാവും. ആ കേൾക്കാനുള്ള അവസരം കിട്ടിയവരിൽ വളരെ കുറച്ച് ആൾക്കാർ അത് പറഞ്ഞ എന്താണെന്ന് ധരിക്കും. ആ ധരിച്ചവരിൽ വളരെയധികം പേരും തെറ്റിദ്ധരിച്ചവരാവും. മനസ്സിലായില്ലേ? ശരിക്ക് ധരിച്ചവർ വളരെ വളരെ കുറവേ ഉള്ളൂ. വെറുതെ അല്ല കുഞ്ചൻ നമ്പ്യാർ പാടിയത്.
ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ. ആ ലക്ഷം മനുഷ്യർ ലോകത്തിലുണ്ടെങ്കിൽ അതിൽ കുറേ ആൾക്കാർ കേൾക്കില്ല, കുറച്ച് ആൾക്കാർ കേൾക്കും. 1,00,000 ആൾക്കാരുണ്ടെങ്കിൽ 100 ആൾക്കാർ വന്ന് കേൾക്കും. ആ 100 ആൾക്കാർ കേട്ടതിൽ 90 ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. ബാക്കി 10 ആൾക്കാർക്ക് മനസ്സിലാവും. ആ 10 ആൾക്കാരിൽ 9 ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഒരാൾക്കേ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ആൾക്കേ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. കഠോപനിഷത്തിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് യമധർമ്മ മഹാരാജാവ് നചികേതസിനോട്. ശ്രവണായാപി ബഹുതിയോ ന ലഭ്യ. ഇതിനെക്കുറിച്ച് എൻ്റെ നചികേതസെ കേൾക്കാൻ ആൾക്കാർക്കൊരു താല്പര്യമില്ല. ഇവിടെ എത്ര പേര് വരുന്നുണ്ട് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവർക്ക് ആർക്കും തന്നെ ഇപ്പോൾ നീ ഇപ്പോൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവ്, അത് കേൾക്കാൻ ഒരു താല്പര്യം ആർക്കും ഇല്ല. നചികേതസ് ശ്രവണായാപി ബഹുതികയോ ന ലഭ്യ. ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അത് കേൾക്കാനുള്ള താല്പര്യമില്ല. ഞാനത് കുറേ ആയി നോക്കണു, ആർക്കും താല്പര്യമില്ല. ചിലവർക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരോ ശൃണ്ണോന്തി അപി നഭയോ യനവിദു. അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ച് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? വളരെ കുറച്ച് ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. വളരെ വളരെ കുറച്ച് ആൾക്കാർക്കേ ഇത് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? കഠോപനിഷത്തിലത്തെ മന്ത്രമാണ്. വളരെ ചുരുക്കം ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അത്യധികം യത്നിക്കുന്ന സിദ്ധന്മാർക്ക് മാത്രമേ ഭഗവാന്റെ തത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ്. ദുർഗമ എന്ന് പറയാൻ കാരണം അത് വളരെ വളരെ ബുദ്ധിമുട്ടാണത്. ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങളെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടേണ്ട കാര്യമില്ല. ഇത് വളരെ എളുപ്പമാണ്, നീ തങ്ങോട്ട് പോരും എൻ്റെ കൂടെ, ഇപ്പം എല്ലാം ഇപ്പം ശരിയാക്കി തരാം. അങ്ങനെ നടക്കില്ല. ആധ്യാത്മിക രംഗത്ത് അങ്ങനെ നടക്കില്ല. വളരെയധികം യത്നിക്കണം, വളരെയധികം പ്രയത്നിക്കണം, വളരെയധികം തപസ് വേണം. തപസ് മീൻസ് ഹിമാലയത്തിലേക്ക് പോയിട്ട് താടിയും തലയും വളർത്തിയിരിക്കല്ല ഞാൻ പറഞ്ഞത്. അവനവൻ്റെ നിത്യചര്യയിൽ ഞാൻ ഒരിക്കൽ സൂചിപ്പിക്കേണ്ടായി തോന്നുന്നു തപസ് എന്താന്നുള്ളത്. അപ്പം അങ്ങനെ തപശ്ചര്യയോട് കൂടിയിട്ട് നമ്മുടെ ജീവിതം നയിക്കാനും ഒരു അരഞ്ഞാച്ചാരുടെ പോലെ ഒരു ഡിസിപ്ലിൻ നമ്മളുടെ ചുറ്റും എല്ലാ കർമ്മങ്ങളിലും നമ്മൾ കൊണ്ടുവരുന്ന അത് ചെയ്ത് അതൊരു ജീവിതചര്യയാക്കി മാറ്റിയാൽ മാത്രമേ ഭഗവാന്റെ തത്വം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഭഗവാനെ മനസ്സിലാവില്ല. തത്വം, ഓഹോ ഇതാണല്ലേ ഗോഡ് പ്രിൻസിപ്പിൾ. അത് ഉപനിഷത്തിൽ മാത്രമല്ല, ഭഗവത്ഗീതയിലും വളരെ വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറയേണ്ട 7-ാം അധ്യായത്തിൽ മനുഷ്യാണാം സഹസ്രേഷു. പല ആൾക്കാർ ഈ ശ്ലോകം കേട്ട് കാണും, വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദദ്യതി സിദ്ധയേ യതതാം അഭിസിദ്ധാനാം കശ്ചിന്മം വേത്തി തത്വതഃ. മനുഷ്യേണാം സഹസ്രേഷു. ഇപ്പം നേരത്തെ പറഞ്ഞത് തന്നെ, കുഞ്ഞൻ നമ്പ്യാർ 1,00,000 എന്ന് പറഞ്ഞു, അദ്ദേഹം സഹസ്രം എന്ന് പറഞ്ഞു. മനുഷ്യാണാം സഹസ്രേഷു 1000 ആൾക്കാരുണ്ടെങ്കിൽ കശ്ചിദദ്യതി സിദ്ധയേ, വളരെ കുറച്ച് ആൾക്കാർക്ക് സിദ്ധി അറിയണം, ഭഗവത് സിദ്ധി എന്താണെന്ന് അറിയണം എന്നുള്ള പ്രയത്നത്തിലേക്ക് മനസ്സ് ചെല്ലുള്ളൂ. അങ്ങനെ സിദ്ധി എന്താ എന്ന് അറിയുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ യതതാം അഭിസിദ്ധാനാം കശ്ചിത്തൻ വേത്തി തത്വത. എത്ര ആൾക്കാരെന്നെ മനസ്സിലാക്കുന്നുണ്ട്? ആഗ്രഹമുണ്ടായാൽ മാത്രം പോരല്ലോ, അത് മനസ്സിലാക്കും വേണ്ടേ, അതിൻ്റെ പിന്നിലുള്ള പ്രയത്നവും വേണ്ടേ. ആരംഭശൂരത്വം പോരല്ലോ, സോഡാക്കുപ്പിയുടെ എന്തൂസിയാസം പോരല്ലോ, പൊട്ടിക്കുമ്പോഴത്തൊരു ഗ്യാസ് അങ്ങോട്ട് പോവും. അപ്പം ഞാൻ നാളെ തൊട്ടേ ഞാൻ സത്സംഗത്തിന് പോവാട്ടോ, ഇന്നും അമ്പലത്തിൽ പ്രഭാഷണമുണ്ട്, ഞാൻ പോവും അങ്ങോട്ട്. കുറേ മതിയായി ഇത്, ഇനി അങ്ങനെ ഒന്ന് നോക്കട്ടെ. ഒരു മനസ്സമാധാനം കിട്ടില്ല എന്നേ. 2 ദിവസം പോവും, 3-ാമത്തെ ദിവസം ഇന്നിപ്പോൾ കുറച്ച് മഴ പെയ്യുമെന്ന് സംശയം ഉണ്ടല്ലോ, ആകെ ഒരുപാട് വെയ്യ, കാലും കൈയൊക്കെ വേദനിക്കണു, ഇങ്ങനെ ഒഴിഞ്ഞു മാറും.
അവസാനം എത്തിക്കില്ല. ആ സപ്താഹത്തിൻ്റെ അവസാനം വരെ പോവില്ല, എല്ലാ ദിവസവും പോവില്ല. ഈ പോയവരുണ്ടെങ്കിൽ തന്നെയോ ഭഗവാന്റെ ആ സിദ്ധി അല്ലെങ്കിൽ ഭഗവാന്റെ ആ സ്വസ്വരൂപം, ഭഗവാനെ കുറിച്ചിട്ടുള്ള തത്വം എത്ര ആൾക്കാർ മനസ്സിലാവില്ല. യതതാം അവിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വത. തത്വം എത്ര ആൾക്ക് മനസ്സിലാവും? ആചാര്യൻ അന്ന് അവിടെ പറഞ്ഞിട്ടുള്ള 7 ദിവസവും പറഞ്ഞിട്ടുള്ള മഹാഭാഗവത പുരാണത്തിൻ്റെ തത്വം എത്ര ആൾ അത് കഴിഞ്ഞ് വരുമ്പോൾ മനസ്സിലാക്കും? പോണ ആളെ ആയിരിക്കരുത് പുറത്തേക്ക് വരുമ്പോൾ. ഒരു വ്യത്യാസം വേണം, ഒരു ഇമ്പ്രൂവ്മെൻ്റ് വേണം. ഒരു പ്രഭാഷണത്തിന് ഒരു ദിവസം ഒരാൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സപ്താഹം 7 ദിവസം അങ്ങോട്ട് പോയിരുന്ന് കഴിഞ്ഞാൽ, അങ്ങോട്ട് അവിടെ തിരിച്ചു വരുമ്പോൾ VIP ആയിട്ട് തിരിച്ചു വരണം. എന്താ VIP? വാസ്റ്റ്ലി ഇംപ്രൂവ്ഡ് പേഴ്സൺ. വളരെ വികസനം വന്നിട്ടുള്ള മനുഷ്യനായിട്ട് വേണം തിരിച്ചു വരാൻ. അതേ ബുദ്ധി, അതേ മനസ്സോടുകൂടി തിരിച്ചു വന്നിട്ട് എന്താ കാര്യം? അതേപോലെ എല്ലാവരും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു ദർശനം നടത്തി വന്നു കഴിഞ്ഞാലും പുറത്ത് വരുമ്പോൾ VIP ആവണം. പോണ ആളാവരുത് വരേണ്ടത്. ആളെ മീൻസ് ശരീരത്തില്ല പറഞ്ഞിട്ടോ. നമുക്ക് നമ്മുടെ കയ്യിൽ മാജിക്കൊന്നുമില്ല ആളെ മാറ്റാൻ. ബട്ട് നമ്മുടെ മനസ്സും നമ്മളുടെ ബുദ്ധിയും നമ്മുടെ വികാരവും നമ്മളുടെ വിചാരവും മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട്. അത് പോയ വികാരവും അവരുടെ പോയ വിചാരവും അവരുടെ മനസ്സിന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു +1 പോസിറ്റീവ് എവിടെയെങ്കിലും ആഡ് ചെയ്യണം. കൊറോണ പോസിറ്റീവ് അല്ല, സാധാരണഗതിയിൽ ഒരു പോസിറ്റീവ്, ഒരു ഹെഡ് പോസിറ്റീവ്, അല്ലെങ്കിൽ ഹാർട്ട് പോസിറ്റീവ്, വികാരത്തിന് ഒരു പോസിറ്റീവ്, വിചാരത്തിന് ഒരു പോസിറ്റീവ്. അതാണ് ഞാൻ പറഞ്ഞ വാസ്റ്റ്ലി ഇംപ്രൂവ്ഡ് പേഴ്സണായിട്ട് പുറത്തേക്ക് വരണം. ഇത് ഭഗവാൻ അങ്ങനെയാണ് പറഞ്ഞത്. പറ്റില്ലാണ്, അങ്ങനെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. ഭഗവാൻ തന്നെ പറയുന്നു, മനുഷ്യാണാം സഹസ്രേഷു. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫാക്ട്. ഇത് ഉപദേശമൊന്നുമല്ല അർജുനന് കൊടുക്കുന്നത്. അർജുനോടൊരു ഫാക്ട് തുറന്ന് പറയണം. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫാക്ട്. അർജുന, സത്യം പറഞ്ഞാൽ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദത്യതി സിദ്ധയേ യതതാം അഭിസിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വത. തമ്പുരാൻ്റെ തർജ്ജമ മൂലത്തിനേക്കാൾ കവച്ചു വെച്ചിരിക്കുക. മൂലത്തിനേക്കാൾ കവച്ചു വെച്ചിരിക്കുക. ഒരു സംശയമില്ല പറയാൻ. മനുഷ്യാണം സഹസ്രേഷു കശ്ചിദത്യതി സിദ്ധയേ. അസംഖ്യം മനുഷ്യന്മാരിൽ ഒരാൾ സിദ്ധിക്കു നോക്കിടും. മനുഷ്യാണാം സഹസ്രേഷു, അസംഖ്യം മനുഷ്യന്മാരിൽ കശ്ചിദത്യതിസിദ്ധയേ, ഒരാൾ സിദ്ധിക്കു നോക്കിടും. യതതാം അഭിസിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വത. സിദ്ധിക്കു യത്നിപ്പവരിൽ എൻ തത്വമറിവോൻ ഒരാൾ. സിദ്ധി കിട്ടണം എന്ന് വിചാരിച്ച് പ്രയത്നിക്കുന്നവർ വളരെ ദുർലഭം. അങ്ങനെ അഥവാ സിദ്ധി കിട്ടിയവർ സിദ്ധിക്കു യത്നിപ്പവരിൽ, അങ്ങനെ സിദ്ധിയിൽ യത്നിപ്പവർ യതതാം അഭിസിദ്ധാനാം എൻ തത്വമറിവോൻ ഒരാൾ. കശ്ചിന്മം വേത്തി തത്വത. അപ്പോൾ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദദ്യതി സിദ്ധയേ യതതാം അഭിസിദ്ധാനം കശ്ചിന്മം വേത്തി തത്വത. അസംഖ്യം മനുഷ്യന്മാരിൽ ഒരാൾ സിദ്ധിക്കു നോക്കിയിടും. സിദ്ധിക്കു യത്നിപ്പവരിൽ എൻ തത്വമറിവോൻ ഒരാൾ. ഒരാൾക്കേ അർജുന എൻ്റെ തത്വം അറിയുള്ളൂ. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പെന്ന് പറയുന്നത് ഭഗവാൻ അർജുനോട്. അതുകൊണ്ട് സൂക്ഷിച്ചിട്ടാണ് അർജുന, ചിത്തശുദ്ധിയാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ലളിതാസഹസ്രനാമത്തിൽ എന്താ പറയുക? അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. ഉള്ളോട്ട് നോക്കിയാൽ കാണാം, പുറത്തേക്ക് കാണില്ല. പുറംപൂച്ചിനുമായി കിട്ടുന്ന ആളല്ല. പുറംപൂച്ചിൽ കിട്ടുന്ന ആളല്ല ഭഗവാൻ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അന്തർമുഖമായിരിക്കുന്നവന് സമാരാധ്യ, ആരാധിക്കാൻ ആളെ കിട്ടും.
ബഹിർമുഖ സുദുർലഭ. ബഹിർമുഖത്ത് പോയാൽ കിട്ടാൻ പറ്റില്ല. എക്സ്ട്രോവേർട്ട് നേച്ചറായാൽ പുറം ലോകത്തേക്ക് പോയാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. പിടിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളോട്ട് പോകണം. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്ക് പുറത്തേക്കാണോ പോയി അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല എന്നർത്ഥം. എന്താണ് പൂച്ചു കണ്ടു മയങ്ങുന്ന ഭഗവാൻ ഗിരീശൻ. പുറം പൂച്ച് കണ്ട് മയങ്ങുന്ന ആളല്ല എന്നർത്ഥം. പുറം പൂച്ച് കണ്ടിട്ട് മയങ്ങാനായിട്ട് പോണ്ട. പുറം പൂച്ചിൽ ഭഗവാനെ കിട്ടില്ല. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അപ്പോൾ പ്രായോഗികമായിട്ട് വേണ്ടത് ചിത്തശുദ്ധി ആദ്യമായിട്ട് ലഭിക്കണം. ചിത്തശുദ്ധി അതാണ് വേണ്ടത്. അതുണ്ടെങ്കിൽ എല്ലാം വരും. അതിന് ഇന്ദ്രിയ നിഗ്രഹം വേണം. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ. എന്നാലും അടിവരയിട്ട് പറയണം. ഇന്ദ്രിയ നിഗ്രഹം വേണം. ത്രിഗുണങ്ങളെ നിലയ്ക്ക് നിർത്തണം. അവരൊക്കെ കളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊന്നും നമ്മളുടെ ആന്തരികമായിട്ടുള്ള വ്യക്തിത്വത്തിനെ ബാധിക്കരുത്. അപ്പം പ്രത്യേകിച്ച് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ആദ്യം ചുരുക്കി പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ദുർഗമ എന്നുള്ള പേര് വരാൻ കാരണം. ദുർഗമാന്നേ പറഞ്ഞിട്ട്, കിട്ടാൻ ബുദ്ധിമുട്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, മറക്കരുത്. കിട്ടിയാലോ അയ്യോ ബമ്പർ ലോട്ടറി, ബമ്പർ അടിച്ച പോലെ ഇരിക്കും. ന്യൂ ഇയർ ബമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും ലക്ഷം ആൾക്കാരുടെ ഇടയിൽ, കോടാനുകോടി ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ നമ്പർ വന്നിങ്ങോട്ട് വീഴണ്ടേ, ബുദ്ധിമുട്ടാണത്. പക്ഷേ ഇഫ് യു ഗെറ്റ് ഇറ്റ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്, മനസ്സിലായില്ലേ? പിന്നെ ഒന്നും വേണ്ട, ഗമ്യസ്ഥാനം പ്രാപിക്കണം. എന്തിനാണോ ഇങ്ങോട്ട് വന്നേ ആ ഗോൾ യു ആർ അച്ചീവിങ്. പുനർജന്മം അവസാനിക്കണം. ഇതിൻ്റെ നാമങ്ങളൊക്കെ സഹസ്രനാമത്തിലും വരുന്നുണ്ട്, ലളിതാ സഹസ്രനാമത്തിലും വരുന്നുണ്ട്. ദുർലഭ, ദുർഗമാ, ദുർഗ എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് പറഞ്ഞു മൂപ്പര്. വേറെ വേറെ പറയണ്ട വെച്ചിട്ട് ഒറ്റ നാമത്തിൽ അങ്ങോട്ട് ചെല്ലി. ഒറ്റ നാമം മീൻസ് ഒരു ശ്ലോകത്തിൽ. ദുർലഭ, ദുർഗമാ, ദുർഗ. ബുദ്ധിമുട്ടാണ്. ദുർഗമമാണ്, ദുർലഭമാണ്, ദുർഗമമാണ്, ദുർഗയാണ്. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അടുത്ത വരി നോക്കൂ, കിട്ടിയാലോ? അഥവാ കിട്ടിയില്ല, ബമ്പർ അടിച്ചു വയ്ക്കുക, എന്താ ഫലം? ദുഃഖഹന്ത്രി സുഖപ്രദ. ദുഃഖഹന്ത്രി, ദുഃഖത്തിനെ നശിപ്പിക്കുന്നു, സുഖത്തിനെ പ്രദാനം ചെയ്യുന്നു, പെർമനന്റ് സുഖം. ദുർലഭ, ദുർഗമാ, ദുർഗ, ദുഃഖഹന്ത്രി സുഖപ്രദ. ഓക്കെ, അപ്പം അടുത്ത നാമത്തിലേക്ക് കടക്കുക. 779 ദുർഗ. ഇതും തന്നെയാണ് കേട്ടോ ഈ അർത്ഥം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേ. ഇന്നെന്താ കൂട്ടാൻ? കായും ചേനയും മലുഷ്യം. നാളെയോ ചേനയും കായും മലുഷ്യം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാം. പ്രയാസപ്പെട്ടാൽ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ. ദുർലഭ എന്ന് നമ്മൾ കണ്ടു. ദുർഗമ ഇതിൻ്റെ ഒക്കെ അർത്ഥം തന്നെയാണ്. ഇവിടെ ദുർഗ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ആത്മാർത്ഥ ഭക്തന് നിരവധി പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരും ഭഗവത് സാന്നിധ്യത്തിലേക്ക് എത്തിപ്പെടാൻ. ആദ്യം തന്നെ ഭഗവത് സ്മരണ വേണം, എന്നാലേ ഭഗവത് സാന്നിധ്യം ഉണ്ടാവുള്ളൂ. റിമംബറൻസ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാ, ഇന്നലത്തെ നാമത്തിലൊക്കെ കണ്ടതാണ്. നിരവധി എന്താ പറയുക ശക്തികൾ ഭക്തരെ ഐതിഹ്യ സുഖങ്ങളിലേക്ക് പിടിച്ചു വലിച്ചഴിക്കും. കാമക്രോധ ലോപമോഹമത മത്സര്യങ്ങൾ, ലോകത്തിലുള്ള ബാഹ്യലോകങ്ങളിൽ നിന്ന് അട്രാക്ഷനാണോ ബുദ്ധിമുട്ട്? എന്തൊക്കെയുണ്ട് ചോയ്സ്, ഒരുപാട് ചോയ്സ് ഉണ്ട് അട്രാക്ഷൻ പോവാൻ. അപ്പം അതിലേതാണ് നിത്യമായിട്ടുള്ളത്, ഏതാണ് അനിത്യമായിട്ടുള്ളത് എന്നൊക്കെ കണ്ടുപിടിച്ച് പോവാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിത്യാനിത്യ വിവേകം എന്ന് പറയുന്നത്, നിത്യ അനിത്യ വിവേകം.
ഡിസ്ക്രിമിനേഷൻ ഓഫ് റിയൽ ആൻഡ് അൺറിയൽ, അത് കണ്ടുപിടിക്കണം. നെല്ലും പതിരും കണ്ടുപിടിക്കണം. നീരക്ഷീര വിവേകം വേണം. പാലും വെള്ളവും ഹംസത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹംസ എന്ന് വിളിക്കുന്ന ആൾക്കാരെ, സന്യാസിമാരെ, യോഗിവര്യന്മാരെ. രാമകൃഷ്ണ പരമഹംസ എന്നൊക്കെ വിളിക്കില്ലേ, ഹംസ. എന്താ ഈ ഹംസ വെച്ചാൽ നീരും വെള്ളവും മാറ്റാനുള്ള കഴിവും വരെ മനസ്സിനുണ്ട്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് മനസ്സിനുണ്ട്. വെളിച്ചവും ഇരുട്ടും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. നിത്യവും അനിത്യവും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. നമുക്കതൊന്നുമില്ല. ഷഡ്വൈരികളെ നമ്മളുടെ ഒപ്പം നിൽക്കുകയാണ്, കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങളായിട്ട്. നമ്മളുടെ വിവേകം എന്ന് പറഞ്ഞ സാധനത്തിനെ അപഹരിച്ചു കൊണ്ടുപോകാൻ. പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ പറന്ന് നടക്കില്ലേ, ഇങ്ങനെ നടന്നു നോക്കുകയാണ്. മീൻ പിടിക്കാൻ ഒരു ജാതി പക്ഷി വരില്ലേ, ടപ്പ് എന്നിങ്ങോട്ട് താഴ്ത്തിക്ക് കൊണ്ട് പറഞ്ഞതിനെ കൊത്തിക്കൊണ്ടോണാണ്. അങ്ങനെയാണ് നമ്മളുടെ വ്യക്തിത്വത്തിൽ കാമക്രോധ ലോപമോഹ മത മത്സരങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ്, ഭഗവാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥ അങ്ങനെയാണ്. പുറത്തേക്ക് പോകാനുള്ള എന്താ പറയുക, ഉത്സാഹവും ആഗ്രഹമാണ് നമ്മുടെ മനസ്സിൽ. പരാഞ്ചികാനി വ്യതൃണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മാ. ഉള്ളിലെ ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതോ. രാഗങ്ങളുടെയും ദ്വേഷങ്ങളുടെയും പിന്നാലെ പോകാനാണ് ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടം. അവരുടെ നോർമൽ ഫിറ്റിംഗ് അങ്ങനെയാണ്. അതൊന്ന് അഴിച്ചു മാറ്റണം. ഇങ്ങനെയുള്ള രാക്ഷസീയ ശക്തികളെ അകത്ത് കയറ്റാതിരിക്കാൻ ഭഗവാൻ ചിത്തശുദ്ധിയായി സൂക്ഷിക്കണു ഭക്തന്മാരെ. ഭഗവാന്റെ ഭക്തന്മാരുടെ ചുറ്റും ഭഗവാൻ ഒരു കോട്ട പോലെ ഒരു ആവരണം ചെയ്ത് നമ്മൾ ഇതേവരെ നേടിയെടുത്തിട്ടുള്ള, കൃഷി ചെയ്ത് എടുത്തിട്ടുള്ള എല്ലാ സൽഗുണങ്ങളും നമ്മളുടെ മനസ്സിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ, പുറത്തുള്ള ഷഡ്വികാരങ്ങൾ വന്ന് നമ്മളെ ഉപദ്രവിക്കാണ്ടിരിക്കാൻ വലിയൊരു കോട്ട കെട്ടുന്നു ഭഗവാൻ. ദുർഗ എന്ന് വെച്ചാൽ കോട്ട എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ദുർഗ ബുദ്ധിമുട്ടുള്ളത് മാത്രമല്ല, ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള അർത്ഥം തന്നെയാണെങ്കിലും കോട്ട എന്ന് പറയാൻ കാരണം ബുദ്ധിമുട്ടാണ് ഉള്ളിൽ കടക്കാൻ അർത്ഥം. ഏതൊരു ഭക്തനാണോ ഭഗവാന്റെ ഇൻസുലേഷനിൽ ഇരിക്കുന്നത്, ആ ഇൻസുലേഷൻ്റെ ഉള്ളിലിരിക്കുന്നത്, അവനെ തൊടാൻ ബുദ്ധിമുട്ടാണ്. ഒരു സംശയമില്ല, 100% എഴുത്തരാം. ഭഗവാന്റെ സ്വാധീനത്തിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും നമ്മളെ വന്ന് അനക്കാൻ കഴിയില്ല. പസഫിക് ഓഷൻ്റെ നടുക്കൂടെ കപ്പൽ പോകണില്ലേ, വെള്ളം ഉള്ളിൽ കയറുന്നുണ്ടോ? കയറില്ല. ആ കപ്പലിൽ ഉള്ളവരൊക്കെ സുരക്ഷിതയാണ്, എല്ലാം സുരക്ഷിതയാണ് ആ കപ്പലിലുള്ളവരൊക്കെ. ഗുരുവായൂരപ്പൻ്റെ സുദർശന ചക്രം നമ്മളുടെ ഒക്കെ 4 പുറമുണ്ട്. നമ്മൾ ഭക്തന്മാരാണെങ്കിൽ, ആത്മാർത്ഥമായിട്ടുള്ള ഭക്തന്മാരാണെങ്കിൽ ഭഗവാന്റെ സുദർശന ചക്രം ഓരോരുത്തരുടെ ചുറ്റുവട്ടവും ഓറയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് 24 മണിക്കൂറും. സെക്യൂരിറ്റി ഗാർഡായിട്ട്, സെക്യൂരിറ്റി, Z+ സെക്യൂരിറ്റി ആയിട്ടാണ് നടക്കണം. ഒന്നും ബാധിക്കില്ല, ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങില്ല. തമിഴർ പറയില്ലേ അശങ്കാത്, അശങ്കാതിടാ അശങ്കാത്, അനങ്ങില്ല, ഒന്നും ചെയ്യാൻ നോക്കിയില്ല. അത്ര സെക്യൂരിറ്റിയാണ്. സുദർശനത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കളിക്കുകയാണോ? അത് നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ എന്തിനാ പേടിക്കണം? നമ്മൾ ആരെ പേടിക്കണം? റോന്തു ചുറ്റണ പോലെയാണ് സുദർശന ചക്രം ഒരു ഭക്തനെ ചുറ്റുക. കാരണം ഭക്തൻ എന്ന് വെച്ചാൽ ഭഗവാന്, ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന് പിന്നെ ഏറ്റവും വല്ലതും നോക്കാനില്ല.
എന്താ പറയണ, ജന്മാന്തരങ്ങളായിട്ട് സിദ്ധിച്ച് ബുദ്ധിമുട്ടി തപസ്, ധ്യാനം, ധർമ്മം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ധനം, അല്ലേ, ആധ്യാത്മിക ധനം നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സിനെ ഭഗവാൻ അങ്ങോട്ട് വിട്ടുകൊടുക്കില്ല. നെവർ നെവർ. ഉറപ്പിച്ചോളൂ, വിട്ടുകൊടുക്കില്ല. അതും പ്രത്യേകിച്ച് താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ, ഒരു റവലിറ്റിന് വേണ്ടിയിട്ടോ, എന്താ പറയുക, ഉള്ളിപ്പൊക്കോടയ്ക്ക് വേണ്ടിയിട്ടോ, ഛേ, ഒരു കാലത്തും സുഖം ചെയ്യില്ല. ഇതിനേക്കാൾ വലിയൊരു സുഖം അപ്പുറത്ത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ആലോചിക്കാം. ഓക്കെ, ദെൻ വി ട്രേഡ്, ബാർട്ടർ സിസ്റ്റം. നീ അങ്ങോട്ട് തരാം, അങ്ങോട്ട് തന്നു, ഫൈൻ. ഇതല്ല. ഇത് ഭഗവാന്റെ കൂടെ ഇരുന്നാൽ കിട്ടാൻ പോണ സായുജ്യം എന്താണ്? ഈ കോപ്പറേറ്റീവുകാരൻ 6 വന്നിട്ട് നമ്മളെ ആക്രമിച്ച് ഓരോരുത്തർ നമ്മുടെ ഓരോ ഭാഗം വീതിച്ച് കൊണ്ടുപോയാൽ നമുക്ക് എന്താ ഇന്ന് കിട്ടാൻ പോണ? ഒരു 1/2 സെക്കൻഡ്, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നേരെയുള്ള ഒരു ചെറിയൊരു ഹാവു എന്ന് പറഞ്ഞ സുഖമോ? ഒരു സോഡ കുടിച്ച് പ്രതീതി ഉണ്ടാവും നല്ല ചൂട് കാലത്ത്. എന്ത് സുഖ, കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. പിന്നെയോ ദുഃഖാലയമ ശാശ്വതം. അപ്പം അതിനൊരു നിമിഷം ക്ഷണികത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. നിസ്സാരമായ വിഷയഭ്രമം കളയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുക ഒരാളെ. ഒരു കാലത്തും ഭഗവാൻ ചെയ്യില്ല, സമ്മതിക്കില്ല. പക്ഷേ പറഞ്ഞു, വലിയൊരു പക്ഷയുണ്ട്. ബട്ട് ഭഗവാൻ ഇതൊക്കെ ചെയ്യും. എപ്പോൾ? നമ്മളതിന് സമ്മതിക്കണം, നമ്മളതിന് കോപ്പറേറ്റ് ചെയ്യണം, നമ്മളതിന് സഹകരിക്കണം. നമ്മൾ സഹകരിക്കാണ്ട് എന്താ? സഹകരിക്കാത്ത ആൾക്കാരുണ്ട്. തല പൊക്കി നോക്കി ആരും ഇവിടെ ഉണ്ടോ, ഭഗവാൻ ഇവിടെ ഉണ്ടോ? ഇവിടെ ആരും ഇല്ലല്ലോ, സെക്യൂരിറ്റി ഗാർഡൊന്നും ഇല്ലല്ലോ, ഒന്ന് മതിൽ ചാടിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്? പറയൂ. സാമാന്യമായിട്ടുള്ള ഗേറ്റ് കൂടെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എളുപ്പ വഴി, കുറുക്ക് വഴി നോക്കും. അത് ഹൈ വാളാണ്. അതിൻ്റെ മുകളിൽ കയറി അവിടെ 4 വർഷം സെക്യൂരിറ്റിക്കാരുണ്ട്, സുദർശനത്തിൻ്റെ എംപ്ലോയീസ് ഉണ്ട്, 4 പേരും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവരുടെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ അതും പറ്റില്ല. പിന്നെ എപ്പോഴാണ് വെച്ചാൽ രാത്രി. ഇവരൊക്കെ ഒന്ന് അഥവാ കിടന്നുറങ്ങില്ലോ, ആരെങ്കിലും ഒരാൾ സെക്യൂരിറ്റിക്കാരൻ ഉറങ്ങാണ്ടിരിക്കുമോ? അപ്പോൾ 4 പേരും നമ്മൾ നോക്കി ഒരു ദിവസം സുഖമായിട്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി ഒന്നങ്ങോട്ട് ചാടി ആരും ഉണ്ടാവില്ല. മെല്ലെ മൊന്തയിലേക്ക് അപ്പുറത്ത് പുല്ലാവും. അതിലേക്കൊരു ചാട്ടം ചാടി, ശബ്ദം അറിയില്ല, ശബ്ദം അറിയില്ല, അങ്ങോട്ട് പോയിട്ട് ഒരു ഗ്ലാസ് മോന്തിയിട്ട് ഇങ്ങോട്ട് വരാം. 2 സെക്കൻഡ്, ഞാൻ അപ്പം ഇങ്ങോട്ട് വരാം. ഇന്ന് 2 സെക്കൻഡ് പോവും, നാളെ അത് 10 സെക്കൻഡാവും. ജായതേ വിഷയാൻ പുംസ സംഘസ്തേഷുപജായതേ സംഘാത് സംജായതേ കാമത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. അങ്ങനെ ഡിസ്ട്രോയ് ആവണം അരബൻ ദിവസേന രാത്രി അങ്ങോട്ട് പോകും. ഒരു ദിവസം പോയാൽ പിന്നെ കാണില്ല. ഇവൻ്റെ അറ്റൻഡൻസ് എടുക്കാൻ നോക്കുമ്പോൾ ഇവനോടെ കാണില്ല. അപ്പോഴാണ് ഭഗവാന് മനസ്സിലായി, ഇവൻ ചാടിപ്പോയോ, പോട്ടെ അല്ലേ. ഭഗവാന്റെ ഗ്യാരണ്ടി ആകപ്പാടെന്താ? നിന്റെ മനസ്സിൽ ഞാനാണ് നിന്റെ സെക്യൂരിറ്റി, എൻ്റെ സുരക്ഷ ഞാനാണ് എന്ന് നിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് നീ ഇരിക്കുന്നിടത്തോളം കാലം ചുറ്റും പസഫിക് ഓഷൻ്റെ ചുറ്റും വെള്ളം ഉണ്ടായാലും നിൻ്റെ കപ്പലിലേക്ക് വെള്ളം കിടക്കില്ല. പക്ഷെ നീ തന്നെ കപ്പലിനൊരു ചരക്കം വെച്ചിട്ട് ചെറിയ തുളയുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരുമായിരിക്കും. നീ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ എൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പോയി. എൻ്റെ സംരക്ഷണം നീ എൻ്റെ അടുത്തുള്ളിടത്തോളം കാലം നീ എന്നെ നിൻ്റെ സ്വമേധയാ സുവമോട്ടോ നിൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം നീ ഇരുന്ന് ചാടി പോവുക. അങ്ങനെയുണ്ട് ചിലവർ. കപ്പലിൽ സ്വാതന്ത്ര്യം ഇല്ലാച്ചിട്ട് പുറത്തേക്ക് കടലിലേക്ക് ചാടാറുണ്ട്, സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടാൻ. നിങ്ങളാളത്തിലായവരുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ നിർത്തിയില്ല, ഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ
അങ്ങനെ ഒരാൾ വന്ന് പറയണ ഞാൻ പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താ പറയുക? പോണ്ട, നീ പോണ്ട ഒന്നും പറയില്ല. നിനക്ക് പോണോ പുറത്ത്? തഥാസ്തു, പൊക്കോ. യഥേച്ഛസി തഥാ ഗുരു. എൻ്റെ ഇഷ്ടം എങ്ങനെയാ ചെയ്തോ എൻ്റെ കുട്ടിയേ, ഞാൻ ഒന്നും പറയണില്ല. നിനക്ക് ഇവിടെ ഇരിക്കണോ? യു ആർ വെൽ പ്രൊട്ടക്റ്റഡ്. അല്ല, പുറത്ത് പോയി കളിക്കണോ? ചളിക്കുണ്ടിലും യന്ത്രഊഞ്ഞാലിലും പോയി കളിക്കണോ? പൊക്കോ. നമുക്ക് തീരുമാനിക്കാതെ. യു ആർ ദി പേഴ്സൺ ടു ഡിസൈഡ്. വേറെ ആരുമല്ല. ഭഗവാന്റെ സാന്നിധ്യത്തിൽ, ഭഗവാന്റെ പ്രൊട്ടക്ഷനിൽ സദാസമയത്തും സുദർശന ചക്രം സെൻട്രിയും അല്ലെങ്കിൽ ഗാർഡുമായിട്ട്, സെക്യൂരിറ്റി ഗാർഡുമായിട്ട് ജീവിക്കാനാണോ ഇഷ്ടം? അതോ കാമക്രോധ ലോപമോഹ മത മത്സര്യാദികളുടെ കൂട്ടത്തിൽ കൂടി ചാടിക്കളിച്ച് മറിഞ്ഞ് കളിക്കണ്ടാണോ നിനക്ക് ഇഷ്ടം? എൻ്റെ കൂട്ടാണ് എൻ്റെ ഇഷ്ടമാണ്. എനിക്ക് രണ്ടും വ്യത്യാസമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്നാ. നീ അങ്ങോട്ട് പോയാലും കൊള്ളാം, നീ ഇവിടെ നിന്നാലും കൊള്ളാം. ഞാൻ തന്നെ ഒരു കാലത്തും തടവിലാക്കില്ല. നീ എൻ്റെ പ്രശ്നമല്ല. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആരും ഉപദ്രവിക്കില്ല. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി, മൈ സെക്യൂരിറ്റി. ബാഹ്യ ലോകത്തിലുള്ള ശത്രുക്കളുടെ കൊഞ്ഞനം കാണിക്കൽ, അല്ലെങ്കിൽ അവരുടെ പ്രകടനം, കാമക്രോധ ലോപമോഹ മതമത്സര്യാദികളുടെ പ്രകടന ശക്തി ഉണ്ടല്ലോ, അത് ഇവിടെ നടക്കില്ല. ആ പരിപ്പ് ഇവിടെ വേവില്ല, ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. നിനക്ക് അവിടെ പോയിട്ട് വേവാനാണ് ഇഷ്ടം, നീ പൊക്കോ. എള്ളിൻ്റെ ഉള്ളിൽ കുറിഞ്ചാത്തനായിട്ട് വേണമെങ്കിൽ നീ പൊക്കോ. നമ്മൾ പണ്ട ആൾക്കാർ ചോദിക്കില്ല, മുത്തശ്ശിമാരെ എള്ളം ഉണങ്ങണത് എണ്ണയ്ക്കാണ്, കുറിഞ്ചാത്തൻ എന്തിനാണ് ഉണങ്ങണമെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എള്ളിൻ്റെ കൂടെ കുറിഞ്ചാത്തനുമായിട്ട് നീ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ പൊക്കോ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നീ സേഫാണ്. പുറത്ത് പോയാൽ അത് എനിക്കറിയില്ല, അത് എൻ്റെ ജൂറിസ്ഡിക്ഷനല്ല. അത് അവരുടെ പാടായി. ഇവിടെ ഇരുന്നോളത്തോളം കാലം തന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ ചുറ്റും ഞാനൊരു വേലി കിട്ടും. വേലി മീൻസ് പ്രൊട്ടക്ഷൻ. പിങ്കൾ അതല്ലേ പറഞ്ഞേ ഭഗവാനോട്? ഒരു രാത്രി അവൾക്ക് ആരും കസ്റ്റമേഴ്സ് വന്നില്ല. അപ്പോൾ അവൾ ഫിലോസോഫിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ആ രാത്രി മുഴുവൻ ഒരാളും വന്നില്ല. അങ്ങനെ പതിവില്ല. ഷീ ഈസ് നോട്ട് ഫ്രീ എനി നൈറ്റ്. ഒരു രാത്രി അവൾ ഫ്രീ അല്ല, എല്ലാ ദിവസവും കസ്റ്റമേഴ്സാണ്. ഒരു രാത്രി ആരും വന്നില്ല. ഞാൻ കഥ നിങ്ങളോട് പറഞ്ഞു കാണും. അപ്പോൾ അവൾ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്തെല്ലാം അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര കുടുംബങ്ങളെ ഞാൻ കലക്കിയിട്ടുണ്ട്, എത്ര ദാമ്പത്യം ഞാൻ കളഞ്ഞിട്ടുണ്ട്, എന്തിനായി ജീവിതം, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്നൊക്കെ ആലോചിക്കാനുള്ളൊരു സമയം അവൾക്ക് കിട്ടി. ആ സമയത്ത് നിങ്ങളുടെ ആരെയും കയറ്റി വിട്ടില്ല. അവൾ പറയണം, പിങ്കളെ പറയണം, ആ സമയത്ത് ഭഗവാൻ ആരെയും ഇങ്ങോട്ട് കയറ്റി വിട്ടില്ലല്ലോ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലേ. ചെറ്റിരുക്കാലികളിരാവിൽ കേറാതെ ചുറ്റിലും മുൾവേലി കെട്ടിയോനേ. എന്തൊരു പദപ്രയോഗം അത്. ചെറ്റിരുക്കാലികൾ ഈരാവിൽ കേറാതെ ചുറ്റിലും മുൾവേലി കെട്ടിയോനേ. ഇരുക്കാലികൾ മനുഷ്യന്മാരെയാണ് പറയണത്. ഈ രണ്ട് ഇരുക്കാലികൾ, കന്നാലികൾ തന്നെ വേണം പറയാൻ, നാൽക്കാലികളല്ല. ഇരുക്കാലികളായിട്ടുള്ള കന്നാലികൾ, ഊറ്റന്മാർ, ഇവരൊക്കെയാണ് ദിവസേന ഇവിടെ വരിക. ഇന്ന് അവരാരും ഇങ്ങോട്ട് കടത്തി വിട്ടില്ലല്ലോ ഭഗവാൻ. അതെന്താ കാരണം? എൻ്റെ 4 പുറവും, എൻ്റെ വീടിൻ്റെ 4 പുറവും ഭഗവാന്റെ സുദർശനം കൊണ്ട് ഭഗവാൻ എന്താ ചെയ്തിരുന്നേ? മുള്ളുവേലി കെട്ടിയിരുന്നു. ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല. അത് ഉയരത്തിലുള്ള മുള്ളുവേലി. ചെറ്റിരുക്കാലികളീരാവിൽ കേറാതെ ചുറ്റിലും മുൾവേലി കെട്ടിയോനേ. അപ്പോൾ ഭഗവാന്റെ സെക്യൂരിറ്റി ഭഗവാന്റെ ഉള്ളിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പിങ്കൾ അവിടെ നിന്നാണ് അവൾക്ക് മോക്ഷം കിട്ടിയത്. ആ ഒരു അരയാമം കൊണ്ട് രാത്രി, യാമാർദ്ധത പിങ്കള എന്ന് പറയും കേലപ്പുറമ്പും പൂരി. അർദ്ധയാമം കൊണ്ടാണ് അവൾക്ക് ടപ്പ് അവളുടെ മനസ്സങ്ങോട്ട് മാറിയിട്ട് പിന്നെ ഭഗവാന്റെ സെക്യൂരിറ്റി വലയത്തിലായത്, Z+ സെക്യൂരിറ്റിയിലായത്.
അന്ന് തൊട്ട് ആളുടെ പേര് പിന്നെ പിങ്കള എന്നല്ല മംഗള എന്നായി ആണ്. അപ്പോൾ ആ ശ്ലോകം ഈരടിയൻ ഉദ്ധരിക്കാൻ കാരണം ചുറ്റിലും ഉൾവേലി കെട്ടിയോനെ ദുർഗ കോട്ട പണിയനവനാണ് ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ദുർവേധസ്സുകളിൽ നിന്നും ദുർശക്തികളിൽ നിന്നും നമ്മളൊക്കെ ഉപദ്രവമില്ലാണ്ടിരിക്കാൻ ഭഗവാന്റെ സാന്നിധ്യത്തിൽ നമ്മളുടെ ഭഗവത് സ്മരണയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ഭഗവാന്റെ സെക്യൂരിറ്റി ഗ്യാരണ്ടീഡ്. പുറത്തു പോയാലാണ് നമ്മൾ കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്യണം. അതിന് ഭഗവാനെ കുറ്റം വേണ്ട കാര്യമില്ല. ഈ മതിരി ചാടിപ്പോക്കുണ്ടല്ലോ, ഒരു ഗ്ലാസ് മോന്തി വരാൻ, അവിടെയാണ് അബദ്ധം പറ്റുന്നത്. അതില്ലാണ്ടിരുന്നാൽ നമ്മുടെ നിത്യ ജീവിതത്തിലത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ലോണം അറിയാം. എന്താ നമ്മൾ ഈ മതിൽ ചാടി എപ്പോഴൊക്കെയാണ് നമ്മൾ പോകണം നമുക്ക് നല്ലോണം അറിയാം. നമ്മുടെ ഈശ്വര സ്മരണയിൽ നിന്ന് നമ്മളുടെ പിടിവിട്ടിട്ട് നമ്മൾ ഏതൊക്കെ അപകടകാരികളുടെ കൂടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യണത് നമുക്ക് നല്ലോണം അറിയാം. നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങോട്ട് കിടക്കണ്ട, ഇത് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇനി അടുത്ത നാമം 780 ദുരാവാസ. പ്രയാസപ്പെട്ടാൽ മാത്രം മനസ്സിൽ നിർത്താൻ കഴിയുന്നവൻ ദുരാവാസ. മനസ്സിലായില്ലേ? വളരെ പ്രയാസപ്പെടണം ഉള്ളിൽ നിർത്തണമെങ്കിൽ. ബുദ്ധിമുട്ടാണ്, പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിടിയിൽ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ അനുഭവം അർജുനൻ 6-ാം അധ്യായത്തിൽ അവസാനത്തോടു കൂടി ഭഗവാൻ പിന്നോട് പങ്കുവെക്കുന്നുണ്ട്, വളരെ ആത്മാർത്ഥത്തോടു കൂടിയിട്ട്. ധ്യാനയോഗം മുഴുവൻ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എങ്ങനെയാണ് ധ്യാനത്തിലിരിക്കുക, എന്നെ സ്മരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എൻ്റെ മനസ്സിനെ നീ അടക്കേണ്ടത്, ഏത് പൊസിഷനിൽ നീ ഇരിക്കണം, എന്തൊക്കെ നീ ജപിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് 6-ാം അധ്യായത്തിൽ ആദ്യത്തെ പോർഷനിൽ അവസാനമാണല്ലോ ധ്യാന ശ്ലോകം, ധ്യാനയോഗം 1 to 6. ആ പോർഷനിൽ അവസാനം ധ്യാനയോഗമൊക്കെ കഴിഞ്ഞ് എല്ലാം പറഞ്ഞിരുന്നപ്പോഴേക്കും അർജുനൻ ചോദിച്ചു, ഭഗവാനെ ഒരു സംശയമുണ്ട്, ഇതൊക്കെ നമുക്ക് ഈ പുസ്തകമൊക്കെ മടക്കി വയ്ക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നമുക്ക് പറ്റില്ല, നമുക്ക് പറ്റിയ കച്ചവടം അല്ല അത്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ക്ഷത്രിയന്മാർക്ക് പറ്റിയ കച്ചവടമല്ല ഭഗവാനെ, ഇതൊന്നും നമുക്ക് പറ്റില്ല. ഞാൻ പുസ്തകം മടക്കാൻ പറ്റോ, എന്താ കാര്യം എന്ന് പറയേ. അപ്പോൾ അർജുനൻ പറയും, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അർജുന, ചഞ്ചലം ഹി മനഃകൃഷ്ണ, എൻ്റെ കൃഷ്ണ, ഈ മനസ്സുണ്ടല്ലോ ഭയങ്കര ചഞ്ചലാണത്, പിടിച്ചാൽ കിട്ടില്ല അവനെ. എന്താ അവൻ്റെ കുതിരശക്തി എന്ന് ആലോചിക്കണം. പ്രമാദി ബലവദൃഢം, എന്താ അവൻ്റെ ബലം, കൊതറിപ്പോവൻ. തസ്യാഹം നിഗ്രഹം മന്യേ, എത്ര ഞാൻ നിഗ്രഹിക്കാൻ വിചാരിച്ചിട്ടും പറ്റുന്നില്ല. വായോരിവ സുദുഷ്കുരം, വായുവിനെ പോലെ കുതിച്ചു പോവൻ. അപ്പോൾ മനസ്സിനെ ചാഞ്ചല്യം ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ധ്യാനം എങ്ങനെ അഭ്യസിക്കാനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുസ്തകം മടക്കുക മതി എന്ന്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം ഹിമാലയത്തിലേക്ക്, ഇനി ഒന്ന് വിട്ടില്ലേ. ഇതൊന്നും നമുക്ക് നടക്കില്ല. ചഞ്ചലം ഹി മനഃകൃഷ്ണ, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വർത്തമാനം വേണ്ട എന്താ കാര്യം. അവനാണെങ്കിൽ 100 കുതിരശക്തിയായിട്ട് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകണു എന്നെ, ഈ ഷഡ്വികാരങ്ങൾ. പിന്നെ ഞാൻ എങ്ങനെ നിലനിർത്താനാണ്? കാറ്റ് തന്നെ എന്താ പറയുക, പഞ്ഞിക്കെട്ട് കാറ്റത്ത് പോട്ട പോലെ പറന്നു പോവാ ഞാൻ. അതിനെന്താ ഭഗവാൻ മറുപടി പറഞ്ഞറിയോ? യു സ്റ്റുപ്പിഡ്, യു ഡോങ്കി, യു ഡോണ്ട് നോ എനിത്തിങ്. ഇങ്ങനെയൊന്നല്ല ഭഗവാൻ അതിന് മറുപടി പറഞ്ഞേ. അതൊക്കെ വെറുതെ ആലോചിക്കുക, മനസ്സ് ചഞ്ചലമൊന്നുമല്ല. ആരാ പറഞ്ഞാൽ എന്നോട് ചഞ്ചലമെന്ന്? ഇങ്ങനെ തട്ടിക്കയറാൻ നിൽക്കുകയല്ല ഭഗവാൻ ചെയ്തത്. ലൈക്ക് എ ലവിങ് ടീച്ചർ, കുട്ടിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് പോലെ എന്താ പറഞ്ഞറിയോ? വളരെ ആശ്വാസകരമായിട്ടുള്ള വാക്കുകളാണ് ഭഗവാൻ അവിടെ മറുപടിയായിട്ട് കൊടുത്തത്. അസംശയം മഹാബാഹോ
അർജുന, സംശയമില്ല നീ പറയണത് ശരിയാ. ഇത് കേൾക്കുമ്പോഴേക്ക് ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഭാവം നോക്കൂ. ആയി, ഞാൻ പറഞ്ഞത് ടീച്ചർ യെസ് എന്ന് പറഞ്ഞു കേട്ടോ. ഇല്ലേ? പകുതി ഭാരം അവിടെ തീർന്നു കുട്ടിയുടെ, പകുതി ടെൻഷൻ കുട്ടിയുടെ തീർന്നു. എന്തൊരു സൈക്കോളജി അയാസിൻ്റെ എംപ്ലോയി ആയിരിക്കണം നോക്കൂ. അസംശയം മഹാബാഹോ. എൻ്റെ മോൻ പറഞ്ഞത് ശരിയാ കൂട്ടാ, ശരിയാ. നിങ്ങൾ കുട്ടികളെ സമാശ്വസിപ്പിക്കില്ല എങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലാണ്ട് അവരോട് എതിർത്ത് നിൽക്കല്ലല്ലോ നമ്മൾ ചെയ്യുക. അമ്മ എനിക്ക് അങ്ങോട്ട് പോകാൻ ഇടക്കുറത്തേക്ക് പോകാൻ പേടിയാവണം. പേടിയുണ്ട് കുട്ടാ, സാരമില്ല, ഞാനും വരാം, ഇല്ലെങ്കിൽ ഒരു വളക്കെടുത്തോളൂ മോൻ. അല്ലാണ്ട് അവിടെ പേടിക്കാനൊന്നുമില്ല. എന്താ അവിടെ പേടിക്കാനുള്ളത്? അവിടെ എന്താ ഉള്ളത്? അവിടെ ആരാ ഉള്ളത്? അങ്ങനെ ചോദിക്കുകയല്ല ചെയ്യുന്നത്. അസംശയം മഹാബാഹു. മനോ ദുർനിഗ്രഹം ചലം. ദുർനിഗ്രഹമാണ്, നേരത്തെ പറഞ്ഞ വാക്കുകളാണ്. ദുർനിഗ്രഹം. നിഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സ്. ഞാൻ സമ്മതിക്കണു, നീ വളരെ ശരിയാ പറഞ്ഞത്. ഗുഡ് ക്വസ്റ്റ്യൻ. അസംശയം, ഡൗട്ട്ലെസ്, നോ ഡൗട്ട് അർജുന. അസംശയം മഹാബാഹോ, യു ആർ മൈറ്റി ആംഡ്. നിനക്ക് ശക്തിയുള്ളവനാണ് നീ, മഹാബാഹോ. അല്ലേ? ഈ ഒരു വ്യംഗ്യം കൂടിയാണത്. ഈ ശക്തിയൊക്കെ ഉണ്ടായിട്ട് എന്താടാ കാര്യം, അല്ലേ? അങ്ങനെ ഒരു ചോദ്യം കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അസംശയം മഹാബാഹോ. ഈ വലിയ വില്ലാളി വീരനാണ്, ആനയാണ്, ചേനയാണ് ഒക്കെ പണ്ട് എന്താ കാര്യം? എവിടെ എൻ്റെ ശക്തിയൊക്കെ എവിടെ പോയി? നീ മഹാബാഹു അല്ലേ? പുറത്ത് തട്ടി സന്തോഷിപ്പിക്കുന്ന ഒരു ഭാവവും ആ വാക്കുകൾക്കുണ്ട്. അസംശയം മഹാബാഹോ മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. ദുർനിഗ്രഹമാണ് മനസ്സ്. പക്ഷേ അതിനെ എങ്ങനെയാണ് ടൈം ചെയ്യാറ്? ടൈമിങ് ദ ഷ്രൂ. ഷേക്സ്പിയർ നാടകം ഉണ്ട്, വായിച്ചിട്ടില്ലേ? ടൈമിങ് ദ ഷ്രൂ. എങ്ങനെയാണ് ടൈം ചെയ്യുക? അങ്ങനെ ദുർനിഗ്രഹമായിട്ടുള്ള മനസ്സിനെ, ചാഞ്ചല്യമുള്ള മനസ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യും? അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതാം. വൈരാഗ്യേണ ച ഗൃഹ്യതാം. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും. പിന്നെയും പറയണു, മലയാളത്തിലെ വൈരാഗ്യമല്ല, മലയാളത്തിലെ അഭ്യാസമല്ല. മലയാളത്തിലെ അഭ്യാസം വേറെയാ. അഭ്യാസം കൊണ്ട് തന്നെ പിടിച്ചാൽ കിട്ടില്ല. മലയാളത്തിലെ വൈരാഗ്യവും വേറെയാ. അവിടെ അല്ല എൻ്റെ അർത്ഥം. അഭ്യാസം മീൻസ് കണ്ടിന്യൂസ് പ്രാക്ടീസ്, റെഗുലാരിറ്റി ഇൻ പ്രാക്ടീസ്, ഡെക്സ്റ്ററിറ്റി ഇൻ ആക്ഷൻ, കുശലത. അഭ്യാസേന തു കൗന്ദേയ. അഭ്യാസം കൊണ്ടും കൗന്ദേയ. വൈരാഗ്യേണ ച ഗൃഹ്യതാം. ഒരു എൻലൈറ്റൻഡ് ഡിറ്റാച്ച്മെൻറ്റ് ടു എവറിത്തിങ് യു ഡു. എല്ലാത്തിനോടും ഒരു എന്താ പറയുക, ഒരു ഒട്ടലില്ലായ്മ. എണ്ണ പരത്തിയിട്ട് ചക്ക പറിക്കാൻ പോവുക, കയ്യിലും മുളഞ്ഞൊട്ടില്ല. ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് നീ നിൻ്റെ കർമ്മങ്ങൾ ചെയ്യ്. റെഗുലറായിട്ട് നീ ചെയ്യ്. ധ്യാനത്തിനിരിക്കുക. ഒരു സമയം നിക്ഷിപ്തമായിട്ട് നീ ഒരു ദിവസം നീ മനസ്സിലിരുത്ത്. 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ടൈം. നിൻ്റെ ഇഷ്ടം. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതാം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മനസ്സിനെ നിനക്ക് നിയന്ത്രിക്കാം എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധപ്പെട്ടൊരു ശ്ലോകം അത്. ശങ്കയില്ല മഹാബാഹോ അസംശയം മഹാബാഹോ. തമ്പുരാൻ്റെ തർജ്ജമ ഉണ്ടോ? ഇത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ ആരാ തെറ്റ് പറയാ? മൂലം ശങ്കയില്ല മഹാബാഹോ, സംസ്കൃതം തർജ്ജമ അസംശയം മഹാബാഹോ. എന്താ തെറ്റ്? എത്ര ആപ്റ്റ് വേർഡ്സാ നോക്കൂ. നമ്മുടെ മലയാള ഭാഷയുടെ ആ ഒരു 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 എന്താ പറയുക, ഒക്കെ പറയുമ്പോൾ വെള്ളത്തോൾ പറഞ്ഞ പോലെ ചോര ചുട്ടിക്കണം. മത്താടിക്കൊള്ളുക അഭിമാനമേനീ എന്ന് പറഞ്ഞില്ലേ? അസംശയം മഹാബാഹോ, ശങ്കയില്ല മഹാബാഹോ മനോ ദുർനിഗ്രഹം ജലം ചഞ്ചലം എന്താണ്? ചഞ്ചല ദുർഗ്രഹം മനം. ചഞ്ചലവും ദുർഗ്രഹമാണ് മനസ്സ്. അഭ്യാസം കൊണ്ട് വൈരാഗ്യം കൊണ്ടും കൗന്ദേയ പാട്ടിലാം. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും കൗന്ദേയ അതിനെ പാട്ടിലാക്കാം. ഗൃഹ്യതാം. ഗൃഹ്യതാം എന്ന് വെച്ചെങ്കിൽ പിടിക്കാൻ അർത്ഥം. അതിനെ പാട്ടിലാക്കാം. ഒരു മലയാള പദപ്രയോഗം കണ്ടോ?
അഭ്യാസം കൊണ്ട് വൈരാഗ്യം കൊണ്ടും കൗന്ദേയ പാട്ടിലാം. ആ നമ്മുടെ പാട്ടിലാവുന്നേ എന്ന് പറയില്ലേ നമ്മൾ. അവനെ പാട്ടിലാക്കാൻ എന്താ അത്ര പണി? അഭ്യാസവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ മതി, അതിന് ഒരു പ്രശ്നവുമില്ല. ശരി. അപ്പോൾ അതാണ് ദുരാവാസ. അടുത്ത നാമം 781 ദുരാരിഹ. ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ ഹനിക്കുന്നവൻ എന്നർത്ഥം. സിമ്പിൾ. ദുരാഹര, ദുരാരിഹ. പക്ഷെ ഭഗവാൻ എപ്പോഴും ഈ നീളുള്ളൊരു കയറ് കൊടുക്കുക, ലോങ് റോപ്പ്. കാരണം ഭഗവാൻ ബൈ നേച്ചർ ക്ഷമാശീലനാണ്. നേരെയാവുന്നേ, നാളത്തെ കൂടി നോക്കുക. ഇപ്പം ഇങ്ങോട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ അവൻ, 2 മാസം കൂടിയും കഴിയട്ടെ, ട്യൂഷനൊക്കെ കൊടുത്താൽ ശരിയായിക്കോളും ഇല്ലേ? അമ്മമാരെപ്പോഴും കുട്ടികളോട് അങ്ങനെ ഒരു മനോഭാവം എടുക്കുള്ളൂ പേരൻസ്. പുറത്തുള്ളവർ എടുക്കണ പോലെ എന്താ ഇങ്ങനെ അവന് ചെക്കനെ പഠിച്ചാലും പഠിക്കുന്നില്ല, എന്ത് സാധനം അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു സാരില്ലെന്നേ, അവനിപ്പോൾ ട്യൂഷനൊക്കെ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ആ ഒരു അന്തരീക്ഷമൊക്കെ അങ്ങോട്ട് സുപരിചിതമാവട്ടെ, ശരിയായിക്കോളൂ, അവനൊക്കെ ശരിയാവുന്നേ, അവൻ എവിടെ പോകാൻ, അവിടെ കുട്ടിയല്ലേ അവൻ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഭഗവാൻ കൂടുതൽ റോപ്പ് ദുഷ്ടന്മാർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നാളെ നേരെയാവും, പോട്ടെ, സാരല്ലേ, നോക്കാം. അപ്പോൾ 100 കണക്കിനുള്ള ആശകളാൽ ബന്ധിതരായിട്ട്, അനേക ആശകൾ കൊണ്ട് ബന്ധിതരാണ് അവർ, ഒന്നല്ല. അന്യായമായിട്ടുള്ള മാർഗത്തിലൂടെ ധനം സമ്പാദിച്ച് ഞാൻ ആഢ്യൻ, ഞാൻ കേമൻ, ഞാൻ ധനവാൻ, ഞാൻ അറിവുള്ളവൻ, ഞാൻ പണ്ഡിതൻ എന്നുള്ള വീരവാദങ്ങളൊക്കെ അട്ടഹസിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? എത്രയോ ഉണ്ട് ഇല്ലേ? 100 കണക്കിന് ആൾക്കാരുണ്ട് അങ്ങനെ. അതേസമയം തന്നെ ന്യായമായി ജീവിതം നയിച്ച് വളരെ സത്യസന്ധമായിട്ട് മാർഗത്തിലൂടെ പോയി ജീവിക്കാൻ ആവശ്യത്തിനുള്ള സമ്പാദന ധാർമ്മികമായിട്ടുള്ള രീതിയിലൂടെ യദ് ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദേ ചിത്തം, അങ്ങനെ ജീവിക്കുന്നവർ കഷ്ടപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടുമുണ്ട് ഇല്ലേ? മറ്റൊരു പന പോലെ വളർന്നതും കണ്ടിട്ടുണ്ട്, ഇവർ കഷ്ടപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. ന്യായമായ മാർഗത്തിലൂടെ നടന്നവർ കഷ്ടപ്പെടുന്നതെന്നും കണ്ടിട്ടുണ്ട്, അധർമ്മത്തിലൂടെ നടക്കുന്നവർ പന പോലെ വളരുന്നതും കണ്ടിട്ടുണ്ട്. രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? പക്ഷെ ഭക്തന്മാർക്ക് ഈ കഷ്ടപ്പാടൊക്കെ താൽക്കാലികമാണ്. അത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തല്ലാൻ വരും. താൽക്കാലികമാണെന്ന് ഞാൻ പറയാൻ കാരണം, മാക്സിമം അവർക്ക് ഈ കഷ്ടപ്പാട് ഈ ജന്മത്തിലേ ഉള്ളൂ. മറ്റവർക്ക് അങ്ങനെയല്ല. ജന്മാന്തരങ്ങൾ അവർ ഇങ്ങനെയുള്ള കുണ്ടാമുണ്ടി യോനികളിലൊക്കെ ജനിച്ച് ഓരോ അതിക്രമങ്ങൾക്കും പാത്രീഭവിച്ച് എത്രയോ ജന്മങ്ങൾ വീണ്ടും പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഠരേ ശയനമായിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ റോന്ത് ചുറ്റി നടക്കണവർ. ഇത് ധാർമ്മികമായിട്ടുള്ള വഴിയിൽ കൂടെ നടന്നവർ അവരുടെ പ്രാരാബ്ധവശാൽ അവർക്ക് എന്താ പറയുക, അനുഭവിക്കേണ്ട ചില ക്ലിഷ്ട കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി കഴിഞ്ഞു അവരുടെ. ദാറ്റ് ഈസ് എൻഡ് ഓഫ് ഇറ്റ്. ഇനി ഒരു ട്രാൻസ്ഫർ ഇല്ല, ഇനി റിട്ടയർമെൻറ്റാണ്. അപ്പോൾ ലാസ്റ്റ് ലെഗ് ഓഫ് യുവർ ലൈഫ്, ടോട്ടൽ ലൈഫ്, നോട്ട് ദിസ് ലൈഫ്. മറ്റവർക്ക് ലൈഫ് ഈസ് ബിഗിനിങ്, മിസറബിൾ ലൈഫ് ഈസ് ബിഗിനിങ്. അപ്പോൾ ഏതാ നല്ലത്? തീരുമാനിക്കാം. അങ്ങോട്ട് മാറണമെങ്കിൽ അങ്ങോട്ട് മാറാം. ഈ വണ്ടിയിൽ നിന്ന് ആ പ്ലാറ്റ്ഫോമത്തിൽ പോയിട്ട് ആ വണ്ടി കയറുകയുണ്ടോ? വേറെ ഒന്നും ചെയ്യണ്ട, ഇഷ്ടം പോലെ ചെയ്യാം. കംപ്ലൈൻറ്റ് ചെയ്യരുത് പ്ലീസ്. എന്താ അവൻ അങ്ങനെ, എന്താ ഞാൻ അങ്ങനെ, അങ്ങനെ ആവാൻ കാരണം ഇതാണ്, തനിക്കിനി ജമ്മല്ല, ഈ ജമ്മം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്. മറ്റവൻ അതല്ല, മറ്റവൻ ഇനി തുടങ്ങണേ ഉള്ളൂ. അവൻ LKG മുതൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അവൻ്റെ ജീവിതം. അങ്ങോട്ട് പോകണോ? അതേപോലെ അടിപൊളിയായിട്ട് ജീവിക്കണോ? അടിപൊളിയല്ല, തല്ലിപൊളിയായിട്ട് ജീവിക്കണോ? ജീവിച്ചോ. ഇവിടെ അടിപൊളിയായിട്ട് ജീവിച്ചാൽ പോരാ, നിനക്ക് അങ്ങോട്ട് പോക്കോ. ഇതാ അടിപൊളി, അതാ അടിപൊളി, നീ തീരുമാനിക്കേ. ഭഗവാൻ ഈസ് ഫ്രീ. എവിടേക്ക് വേണ്ടി ടിക്കറ്റ് തരും. ആ വണ്ടിക്ക് വേണ്ടി ആ വണ്ടിക്ക് ടിക്കറ്റ് എടുത്തോ, ഈ വണ്ടിക്ക് വേണ്ടി ഇതിലിരുന്നോ, എൻ്റെ ഇഷ്ടം.
നരകത്തിനുള്ള 3 വാതിലുകളും തുറന്നു കൊടുക്കുന്നുണ്ട് അവർക്ക് അവിടെ ചെന്ന്. അത്ര റിസപ്ഷനാണ്. കാമക്രോധ ലോഭം, ഇത് 3 മാർഗങ്ങളാണ് നരകത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. അത് 3 ഓപ്പനാണ്, ഒരു തടസ്സമില്ല. സോറി, ഇന്ന് ബ്രേക്കായി. അപ്പോൾ ഒരു തടസ്സമില്ല, അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരാം. അവരെയൊക്കെ ജന്മജന്മാന്തരമായിട്ട് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ദുരാരിഹ, ദുരാചാരന്മാരെ ശിക്ഷിക്കുന്നവൾ എന്നർത്ഥം. ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് കാണാം, ദുരാചാരശമനി, ദുഷ്ടരൂപ ദുരാചാരശമനി ദോഷവർജിത എന്ന് കാണും ലളിതാ സഹസ്രനാമത്തിൽ. അപ്പോൾ ദുരാചാരശമനിയാണ്, ദുരാചാരന്മാരെ ശമിപ്പിക്കും. എങ്ങനെ ശമിപ്പിക്കുക? അങ്ങനെയാണ്, ജന്മജന്മാന്തരങ്ങൾ കൊടുത്തിട്ട്. അതേത് വേണം നമുക്ക് സ്വീകരിക്കാം. ഏതായാലും സമയവും കഴിഞ്ഞു. അപ്പോൾ ദുരാരിഹ എന്നുള്ള വെച്ച് നമുക്ക് നിർത്താം. ഇനി നാളെ ബാക്കിയുള്ള നാമങ്ങൾ നമുക്ക് കാണാം. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഭവാനി.